ആകുരിച്ചാണ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തി. എവിടെയാണ്? ഈ നിരുതിലിംഗത്തിലേക്ക് എത്തി കേട്ടോ. നിരുതിലിംഗം എത്താറാകുന്നു. നിരുതിലിംഗം എത്തുമ്പോൾ 5 കിലോമീറ്റർ ആകും കേട്ടോ. 14 5 കിലോമീറ്റർ, പക്ഷെ 5 ഒരു 6 കിലോമീറ്റർ ഒക്കെ കൂടുതൽ നടന്ന് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഒന്നാമതെ കറക്റ്റ് ഗിരിവലപ്പാതയിലൂടെ അല്ല നടക്കുന്നത്. അപ്പം അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. നിരുതിലിംഗം എത്താറായി. നേരത്തെ പറഞ്ഞ ഒരു 18 മിനിറ്റോളം വീഡിയോ വന്നായിരുന്നു. നിരുതിലിംഗം ഇപ്പോൾ എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ ആയില്ല. ഇവിടെയൊക്കെ വിജനമാണ് കേട്ടോ. തെക്ക് വശം, തെക്ക് പടിഞ്ഞാറ് വശമൊക്കെ മലയോട് ചേർന്ന് വിജനമാണ്. അങ്ങനെ ആയിരിക്കണം ശരിക്കും. ഗിരിവലപ്പാത മലയോട് ചേർന്ന് വേണം ചെയ്യാനായിട്ട്. പോകെ വരും വർഷങ്ങളിൽ അങ്ങനെ ജഗദീശ്വരൻ അങ്ങനെ ഒരു ഇത് ചെയ്യും എന്നെനിക്ക് തോന്നുന്നു. കാര്യം മലയോട് ചേർന്ന് നടക്കാനുള്ളൊരു വഴിയുണ്ടെന്നാണ് തോന്നുന്നത്. ചില സിദ്ധരൊക്കെ അങ്ങനെ കൂടി നടക്കുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 4,79,000 എന്താണ് സ്ഥലമാണ്. ശ്രീ മൂകാംബികൈ നഗർ. ഒരു മനയിൽ വില 4,79,000. ഒരു മലയിൽ വിലയാ. ഒരു മനയിൻ വില എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ല, ഒരു മന എന്ന് ഉദ്ദേശിക്കണത് എന്താ? അത് 4,79,000 വീടാകുമോ? ആ, 4,79,000 മുതൽ. അതെ, ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്ദീശ്വരനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക പാത ഇരിപ്പുണ്ട്. ഇവിടെ ഒരു പാത ഇരിപ്പുണ്ട്. ഇവിടെ പാദവാദ്യമാണ് കാണുന്നത്. ഇവിടെ നന്ദീശ്വരനെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പാത ഇരിപ്പുണ്ട്. എല്ലാ നന്ദികളൊക്കെ മലയെ നോക്കിയായിരിക്കണത്. ഇപ്പൊ ഇത് നന്ദിയിരിക്കുന്ന, ഇതിപ്പോ പാദം. നന്ദിയിരിക്കുന്ന അങ്ങോട്ട് മലയെ നോക്കിയാ കണ്ട, മലയെ നോക്കിയാണ് ആ നന്ദി ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് 10-12 നന്ദികളുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇപ്പുറത്ത് നല്ല മതിൽക്കെട്ടുള്ള സ്ഥലമാണ്, എന്താണെന്നറിയില്ല. ഇവിടെ ശരിക്കും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ആകുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. പക്ഷെ ഇതെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ. ആൾക്കാർ വരുമാനം ഉണ്ടാക്കണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് പല വിധത്തിലുള്ള ട്രിപ്പീസ് കളികൾ നടത്തും. പക്ഷെ ഇതിൻ്റെ എന്താണ് ഞാണിരിക്കുന്നത് ഏതോ ഒരു ശക്തിയുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കാണ്ടാണ് മനുഷ്യർ പല കാര്യങ്ങളും കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നിരുതിലിംഗത്തിലേക്ക് എത്തുകയാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള നിരുതിലിംഗം. ഇവിടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു സോളാറാണെന്ന് തോന്നുന്നു. അപ്പം നിരുതിലിംഗത്തിലേക്ക് കയറുമ്പോൾ ഇത് ഓഫ് ചെയ്യും, മൊബൈൽ ഓഫ് ചെയ്യും. നിരുതിലിംഗം ആ ബോർഡ് കണ്ടല്ലോ അല്ലേ, ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ് നിരുതിലിംഗം. ഇനി ഇവിടെ നിന്ന് 8.60 കിലോമീറ്റർ ഉണ്ട്. അവിടെയാണ് നിരുതിലിംഗ ക്ഷേത്രം. പോയി വരട്ടെ. തൽക്കാലം ക്യാമറ എടുത്തു തന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസൻ, നിരുതിലിംഗം.